ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ മാനനഷ്ട കേസിലെ ഉപഹർജിയിൽ കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. വി ഡി സതീശൻ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാണ് മാനനഷ്ട കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദം. സതീശൻ മാപ്പ് പറയണമെന്നുമില്ലെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് എതിരെയാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ ഉപഹർജി നൽകിയത്. ഗോപാൽ ശീല സനൽ ഉണ്ട് നമുക്കൊപ്പം. ഗോപാൽ, അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേരളമാകെ തീപിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വി ഡി സതീശനും മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അത് സഭയ്ക്ക് അകത്തും സഭയ്ക്ക് പുറത്തും ഈ ഏറ്റുമുട്ടൽ നീണ്ടു പിന്നീട് അത് കോടതിയിലേക്ക് എത്തുകയായിരുന്നു, നിയമ നടപടികളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? സാധ്യതകൾ എങ്ങനെയാണ്? ഷിഹ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കത്തി നിന്ന സമയത്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടക്കം പങ്കുണ്ട് എന്ന ആരോപണമായിരുന്നു അന്ന് സതീശൻ മുന്നോട്ട് വെച്ചത്. ഈ ആരോപണത്തിനെതിരെയാണ് അപകീർത്തി പരാമർശമാണ്, മാനനഷ്ട കേസ് നൽകുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം സബ് കോടതിയെ സമീപിച്ചു. തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ പറഞ്ഞ് തന്നെ മാനം കെടുത്താനും തനിക്കെതിരെ ഒരു വ്യാജ പ്രചരണം നടത്താനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച പരാതിയിൽ പറഞ്ഞത്. ഈ പരാതിയിന്മേലാണ് വി ഡി സതീശൻ ഉപഹർജി നൽകിയത്. തൻ്റെ ഈ മാനനഷ്ട കേസിൻ്റെ പേരിൽ പല മാധ്യമങ്ങളും ഈ വസ്തുതകൾ വക്രീകരിച്ചുകൊണ്ട് തനിക്കെതിരായ മോശം പരാമർശങ്ങൾ മാധ്യമങ്ങൾ വഴി നൽകുന്നുണ്ട്. ആ മാധ്യമ വാർത്തകൾ തടയണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് ഉപഹർജി നൽകിയത്. ആ ഉപഹർജിയിലാണ് ഇന്ന് തിരുവനന്തപുരം സബ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഒന്നുകിൽ ഈ വിഷയത്തിൽ സതീശൻ മാപ്പ് പറയാൻ തയ്യാറാവണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വി ഡി സതീശൻ ഉപഹർജി നൽകിയതും. എന്താണെങ്കിലും വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ സഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെയാണ് ഉപഹർജിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത് എന്നതും ഏറെ യാദൃശ്ചികതയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേറെ വാർത്താ പ്രാധാന്യം കൂടിയുള്ള ഒരു വിഷയമാകും സതീശന്റെ ഉപഹർജിയും അതുമായി ബന്ധപ്പെട്ട വിധിയും. ശരി ഗോപാൽ.